അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നും കുഞ്ഞുവിന് ക്ലാസ്സില്ല കേട്ടാ. ഇന്ന് രാവിലെ നേരത്തെ എണീറ്റു. 6 മണി 5:45 എണീച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് മദ്രസയിൽ 6:30 മദ്രസ. പരീക്ഷ തുടങ്ങി. ഇന്ന് മുതൽ പരീക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടാ. എല്ലാവരുടെയും കുട്ടികൾക്ക് പരീക്ഷ തുടങ്ങിയിട്ടുണ്ടാവും. കമന്റ് ചെയ്യണ്ട, വെറുതെ ഒന്നും അറിയാലോ. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറിയതായിരുന്നു. യൂണിഫോം ഒക്കെ ഇട്ടിട്ട് മദ്രസ പോയിട്ട് പിന്നെ അവിടുന്ന് അങ്ങനെ 8:30 വരെ ആയിരുന്നു പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഉമ്മമാടുന്ന് ചായ കുടിച്ചിട്ട് പോയിക്കോളാന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റായിട്ട് പോവായിരുന്നു. അപ്പോൾ വെറുതെ ഒന്ന് ഫോൺ എടുത്ത് നോക്കിയതാ. അപ്പോൾ മെസ്സേജ് കണ്ടു ഇന്ന് ക്ലാസ് ഇല്ല പറഞ്ഞിട്ട്. അപ്പം നിന്നോടത്ത് നിന്ന് 4 ചട്ടം ഉണ്ടിട്ടാ. സ്കൂളില്ലാന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം. ഇന്നലെ ഇല്ല, മിനിഞ്ഞാന്നും ഇല്ല, ഇന്നും ഇല്ല. ഇപ്പൊ നാളെ ചിലപ്പോ ഉണ്ടാവൂല. നാളെ വെള്ളിയാഴ്ചയാണ്, പിന്നെ മറ്റന്ന് ശനി ഞായറും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇഷമോൾക്ക് നല്ല കുശുമ്പായിട്ട് സ്കൂളിൽ പോയേക്കണത്. ഇവനില്ലാത്ത കാരണം അവൾക്ക് ഭയങ്കര കുശുമ്പായിട്ട് പോയി. നാച്ചിട്ടിന് പിന്നെ ആവൊക്കെ പ്രശ്നമൊന്നുമില്ല, അവൻ പോയി. അപ്പൊ അങ്ങനെയൊക്കെയാണ് ആ വിശേഷങ്ങൾ. അതുകൊണ്ടാണ് ഇന്ന് എന്നെ സഹായിച്ചിട്ടില്ല കേട്ടോ. ഇന്ന് എന്നെ ഒന്നും സഹായിച്ചു തന്നിട്ടില്ല. ഇന്നലെ സഹായിച്ചു. ഇന്നലെ ഒരുപാട് വയ്യായൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയാം. വെറുതെ ഇരുന്നിട്ടുള്ള വയ്യായ. ഇന്നലെ നന്നായി സഹായിച്ചു. ഇന്ന് പറഞ്ഞു ഉമ്മച്ചിക്ക് കറി വെക്കാനൊന്നുമില്ല, കാരണം ഇന്ന് അടിച്ചോരി തുടച്ചോട്ടെ. ഞാൻ ഒന്നും ചെയ്തില്ല. ഉമ്മച്ചി വേറെ പണിയൊന്നുമില്ല, എന്ത് അടിച്ചോരി തുടക്കുക പിന്നെ ചോറ് വെക്കുക എന്നുള്ളൂ. അപ്പൊ ഇന്നലെ ഉമ്മച്ചിക്ക് ചോറും കൂട്ടാനും പിന്നെ എന്താ ഉപ്പേരിയും ഒക്കെ വെക്കാണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സഹായിച്ചു. ഇന്ന് വേറെ പണിയൊന്നുമില്ലായിരുന്നു. ഇന്ന് എന്താ പറയാ, ചോറ് വെക്കണം. കറി ഇന്നലെ രാത്രി ഞാൻ ഉള്ളി സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം കറി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പോയി. അത് അപ്പൊ ഇന്നൊന്നും ചെയ്തൊന്നുമില്ല. പിന്നെ അടിച്ചൊരു തുടക്കിയല്ലേ, കുറച്ച് സ്ഥലമല്ലല്ലോ. ഞാൻ നിർബന്ധിക്കാനും നിന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു പഠിച്ചോന്ന്. പഠിക്കണ പരിപാടിയൊന്നും ഇല്ലായിരുന്നു, TV കണ്ടു. ഇനി വൈകിട്ട് അവരെല്ലാരും കൂടി വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം ഇരുന്ന് പഠിക്കും കേട്ടോ. അങ്ങനെ പിന്നെ ഇന്നലത്തെ ഒരു കമന്റ് കണ്ടോ കുഞ്ഞോ? ഞാൻ തൃശ്ശൂർ ഭാഷ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടാ. ഇന്നലെ ഒരു കമന്റ് വന്നിട്ടായിരുന്നു, എന്റെ ഭാഷ കേൾക്കുമ്പോ മലപ്പുറം, കുഞ്ഞുവിന്റെ ഭാഷ തൃശ്ശൂര് പോലെയാണെന്ന് പറഞ്ഞിട്ട് കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും അങ്ങനെ തോന്നുന്നുണ്ടോന്ന് അറിയില്ലല്ലോ. അപ്പോ എന്റെ ഇവിടൊക്കെ ഒരു വെള്ള കളർ വരുന്നുണ്ട്. കൊളസ്ട്രോൾ ഉണ്ടോ നോക്കുമ്പോ ഇല്ല. എന്റെ താത്താക്കുണ്ട് കേട്ടോ കൊളസ്ട്രോൾ ആണെന്ന് ഡോക്ടർമാര് പറഞ്ഞത്. അവൾക്ക് ഇവിടെ ഇങ്ങനെ മൊത്തം ഉണ്ട്, ഇവിടെയും അടിയിലൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അടിയിലൊന്നും വന്നിട്ടില്ല. ഇവിടെ ഒരു വെള്ള കളർ ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് നീ കൊളസ്ട്രോൾ നോക്കിയപ്പോ അതൊക്കെ നോർമലാണ്. പക്ഷെ കളർ ഉണ്ട്, അതെന്താന്ന് അറിയില്ല തൊലിയുടെ മുകളില്. അപ്പൊ താത്താക്കുള്ളത് കൊളസ്ട്രോളിന്റെ എന്നാണ് അന്ന് ഡോക്ടർമാര് പറഞ്ഞത്. നമുക്ക് ഇനി എന്താണാവോ, നോക്കണം ഇനി അതെന്താന്നുള്ളത് അല്ലേ. പിന്നെ മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിപ്പോ ഇങ്ങനെ വരാൻ കാരണം, ആ കാര്യം പറയാൻ വേണ്ടിയിട്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കുഞ്ഞുവിന്റെ ഉപ്പ ഗൾഫിലാന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇപ്പോഴും നമ്മുടെ മുന്നത്തെ വീഡിയോയുടെ കമന്റിലൊക്കെ വരുന്നുണ്ട്, ആള് വന്നിട്ട് പോയാ എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. കമന്റ് വരുന്നുണ്ട്. ഇപ്പൊ ഒരു വിവരമില്ലാത്ത കാരണവും ഞാനും വീഡിയോയിൽ ആളിനെ കുറിച്ചിട്ടൊന്നും പറയാറില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനത്തെ കമന്റ് വരുന്നുണ്ടാവുക. എന്തായാലും നമ്മള് ലീവിന് ആള് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോയിൽ കാണാതിരിക്കില്ല. ആൾക്ക് താല്പര്യമില്ലെങ്കിലും ഞാൻ എടുക്കും, കട്ടട്ടയിൽ എടുക്കൂല നല്ല പിന്നെ. അപ്പൊ നമ്മള് വീഡിയോ എടുക്കും. വീഡിയോയില് കാണിച്ചില്ലെങ്കിലും ഞാൻ പറയെങ്കിലും ചെയ്യും, വന്നിട്ടുണ്ട് എന്ന് പറയെങ്കിലും ചെയ്യും. ഇപ്പൊ കൊറേ പേര് ചോദിക്കുന്നുണ്ട് വന്നിട്ട് പോയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. വന്നിട്ടൊന്നും ഇല്ല കേട്ടാ. ആൾക്ക് ജൂലൈയിലാണ് 2 വർഷം തികയുള്ളൂ. ജൂലൈയിലാണ് പോയത്. ജൂലൈക്ക് 2 വർഷം തികയും. അത് വരെ വിസ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ലീവ് ചോദിച്ചു നോക്കണം എന്നാ പറഞ്ഞിരുന്നത്. അല്ലാതെ നമുക്ക് ഇതിനെ കുറിച്ചിട്ടൊരു അറിവുമില്ല. പക്ഷേ കുറെ ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട് വന്നിട്ടുണ്ടായിരുന്നു, വന്നിട്ട് ആള് തിരിച്ചു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. നാട്ടിൽ തന്നെ പറയുന്നുണ്ട്, കമന്റിലല്ലാണ്ടും നാട്ടിൽ തന്നെ പറയുന്നുണ്ട്. ഇവന്റെ അടുത്ത് തന്നെ ആരോ ചോദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. സ്കൂളിൽ പോയപ്പോ ആരോ ചോദിച്ചിട്ട് വന്നു പോയോ എന്നൊക്കെ ചോദിച്ചു. ഇവിടെ കണ്ടു എന്നൊക്കെ എത്ര പറയുന്നത്. അപ്പൊ എന്താ, നമ്മൾ അറിഞ്ഞിട്ടില്ല വന്നതും പോയതൊന്നും. പിന്നെ കമന്റിൽ പിന്നെ ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല, വന്നിട്ടുണ്ടായിരുന്നു ഒന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊന്ന് പറയാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇന്ന് വന്നത് കേട്ടോ. അപ്പൊ ഇപ്പോഴും കമന്റ് വരുന്നത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ആള് വന്നിട്ടൊന്നുമില്ല കേട്ടോ. വരുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്താ ഞാൻ വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും അല്ലെ. ഇവന്റെ കണ്ണ് എവിടുക്കാ പോണ്, ക്യാമറയിൽ നിന്നിട്ട് കളിക്കുകയാണ്, അല്ലാണ്ട് കാര്യം പറയല്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ. പിന്നെ ഇപ്പൊ ഇവിടെ ഭയങ്കര ചൂടാണ്. നിങ്ങൾക്ക് ചൂട് ഇപ്പൊ 2 ദിവസമായിട്ട് വലിയ വെയിലൊന്നും, ഇന്ന് വെയിലുണ്ട്, ഇന്നലെ ഒന്നും വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നല്ല പുഴുക്കുണ്ട് കേട്ടോ. വൈകുന്നേരം ആയാൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, അത്രയും
ഉഷ്ണാണ്. അപ്പൊ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെ ചൂട് എങ്ങനെയാന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ. പിന്നെ നല്ല ചൂടാ. എന്താ ഞങ്ങളെല്ലാരും ഹാളിലാണ് കിടന്നിരുന്നു. ഇപ്പൊ ഇവിടെ നല്ല കാറ്റുള്ള ഫാനൊക്കെ എടുത്തിട്ട് അങ്ങോട്ടൊക്കെ ഇട്ട് അപ്പോൾ റൂമിലേക്ക് തന്നെ ആക്കിയിട്ടാ. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവില്ല. നമ്മുടെ വീഡിയോ ആർക്കും ഇഷ്ടാവണില്ല എന്ന് വിചാരിക്കുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ വ്യൂസ് ഒക്കെ പോയി, നമ്മുടെ സബ്ബൊക്കെ പിന്നാക്കം പോവാണ്. അത് കാരണം ഇഷ്ടമാവില്ല വീഡിയോ ആയിട്ട് അപ്പൊ ഇഷ്ടമാവില്ല അതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരെന്തായാലും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ആള് വന്നിട്ടൊന്നുമില്ല കേട്ടോ. വരുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്താ ഞാൻ വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും അല്ലേ. ഇവന്റെ കണ്ണ് എവിടുക്കാ പോണ്, ക്യാമറയിൽ നിന്നിട്ട് കളിക്കുകയാണ്, അല്ലാണ്ട് കാര്യം പറയല്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ. പിന്നെ ഇപ്പൊ ഇവിടെ ഭയങ്കര ചൂടാണ്. നിങ്ങൾക്ക് ചൂട് ഇപ്പൊ 2 ദിവസമായിട്ട് വലിയ വെയിലൊന്നും, ഇന്ന് വെയിലുണ്ട്, ഇന്നലെ ഒന്നും വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നല്ല പുഴുക്കുണ്ട് കേട്ടോ. വൈകുന്നേരം ആയാൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, അത്രയും ഉഷ്ണാണ്. അപ്പൊ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെ ചൂട് എങ്ങനെയാന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ. പിന്നെ നല്ല ചൂടാ. എന്താ ഞങ്ങളെല്ലാരും ഹാളിലാണ് കിടന്നിരുന്നു. ഇപ്പൊ ഇവിടെ നല്ല കാറ്റുള്ള ഫാനൊക്കെ എടുത്തിട്ട് അങ്ങോട്ടൊക്കെ ഇട്ട് അപ്പോൾ റൂമിലേക്ക് തന്നെ ആക്കിയിട്ടാ. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവില്ല. നമ്മുടെ വീഡിയോ ആർക്കും ഇഷ്ടാവണില്ല എന്ന് വിചാരിക്കുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ വ്യൂസ് ഒക്കെ പോയി, നമ്മുടെ സബ്ബൊക്കെ പിന്നാക്കം പോവാണ്. അത് കാരണം ഇഷ്ടമാവില്ല വീഡിയോ ആയിട്ട് അപ്പൊ ഇഷ്ടമാവില്ല അതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരെന്തായാലും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.